സൺറൈസ് വാലിയിൽ പ്രദേശവാസികളായ രക്ഷാപ്രവർത്തകർ നടത്തിയ തിരച്ചിലിനിടെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്തു. 3 മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവും സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പരപ്പൻപാറ വനമേഖലയിൽ നിന്ന് മൃതദേഹം പുറത്തെത്തിക്കാൻ വൈകുന്നുവെന്ന് പരാതി ഉയർന്നിരുന്നു. സൺറൈസ് വാലിക്ക് സമീപമുള്ള വനമേഖലയിലെ നദിക്കരയിൽ ഇന്നലെ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് പരപ്പൻപാറയിൽ 3 മൃതദേഹങ്ങളും ഒരു മൃതദേഹ ഭാഗവും പ്രദേശവാസികൾ കണ്ടെത്തിയത്. ചെങ്കുത്തായ വനമേഖലയിലൂടെ മൃതദേഹങ്ങൾ പുറത്തേക്കെത്തിക്കുന്നത് ദുഷ്കരമായിരുന്നു. മൃതദേഹം അഴുകിയതിനാൽ PPE കിറ്റില്ലാതെ കൊണ്ടുപോകുന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്ന് രക്ഷാപ്രവർത്തകർ അലി പ്രതികരിച്ചു. ഒരു 9-9:30 മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. 9:45 ആയപ്പോൾ ഞങ്ങൾ ഈ 4 ബോഡിയും കണ്ടു. 3 ബോഡി ഒരു പാർട്സും നേരിട്ട് കണ്ടു. PPE കിറ്റ് ഒരു 4 കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നലെ 8 പേരുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ആ ബോഡി അവിടുന്ന് എടുത്ത് കൊണ്ടുവരുന്നു. ബോഡി ആകെ ജീർണിച്ചതിലുള്ളത് ഈ ചാർത്തിട്ട് നമുക്ക് അതിലേക്ക് അതിന്റെ അടുത്തേക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ബോഡി ഉള്ളത്. ഗ്ലൗസും മറ്റു സാനിറ്റൈസർ മാസ്കൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ബോഡി ഇങ്ങനെ ആയതുകൊണ്ട് അത് പിന്നെ എടുക്കണമെങ്കിൽ PPE കിറ്റ് നിർബന്ധം. തൊടുമ്പോഴൊക്കെ ഈച്ചാളൊക്കെ പാറി നമ്മളെ മേത്തേക്ക് വരും. പിന്നെ നമുക്ക് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലൊക്കെ ഉണ്ടാവുക. ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്ത മൃതദേഹം ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. DNA സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. നാളെ മൃതദേഹം സംസ്കരിക്കും. റിപ്പോർട്ടർ, വയനാട്.